ദദ്ധിം ദത്തകിട ദദ്ധിം ദത്തകിടദം ദദ്ധിം ദത്തകിട ദദ്ധിം ദത്തകിട ദദ്ധിം ദത്തകിടദം തങ്കിടതക തങ്കിട കിടതക ദിങ്കിടതക ദിങ്കിട കിടതക ദൊങ്കിടതക ദൊങ്കിട കിടതക ദം കിടതക തരികിട തങ്കിടതക തങ്കിട കിടതക ദിങ്കിടതക ദിങ്കിട കിടതക ദൊങ്കിടതക ദൊങ്കിട കിടതക ദം കിടതക തരികിട തം തരികിടതക ദിം തരികിടതക ദം തരികിടതക തരികിട ദം തം തരികിടതക ദിം തരികിടതക ദം തരികിടതക തരികിട ദം തം തരികിടതക തരികിട ദം ദിം തരികിടതക തരികിട ദിം തം തരികിടതക ദിം തരികിടതക ദം തരികിടതക തരികിട ദം ആദിത്യ ഹൃദയാനന്ദമന്ത്രാവേശിത രഘുവീര ആദിത്യ ഹൃദയാനന്ദമന്ത്രാവേശിത രഘുവീര ആവേശിത രഘുവീര ആവേശിത രഘുവീര 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 ആവേശിത രഘുവീര 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 രാമ രാമ നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി സീതാ നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി സീതാ നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി നിറയൗവനരസഗുണലാളിത സഹജാവലി വലയ വിഭൂഷണി അതിസുന്ദര സുമധുര ഭൂതല മിഥിലാപുര സുഹൃദ വിലാസിനി സീതാ പുത്രദുഃഖാർത്ത വിലാപം നിസ്തബ്ധനീസ്വന പരിതാപം 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 വസിഷ്ഠമഹാഗിര സാഫല്യം
ഹരിരസവിരാധര സുന്ദര സരസിജദല നയന വിശാരദ കരതല ആലിംഗന മോഹന പൂരയ മമ ഗുണചരതാപം. ഹരിരസവിരാധര സുന്ദര സരസിജദല നയന വിശാരദ കരതല ആലിംഗന മോഹന പൂരയ മമ ഗുണചരതാപം. ഹരിരസവിരാധര സുന്ദര സരസിജദല നയന വിശാരദ കരതല ആലിംഗന മോഹന പൂരയ മമ ഗുണചരതാപം. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. പൂർണരാഘവം ഭജേ. പൂർണരാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ശംഖചക്രാനന്ദാദി സമ്പൂർണ രാഘവം ഭജേ. ഉപവന വിലസിത കലകോകിലരവരമിത നവമിഥുന തരളരസം. ഉപവന വിലസിത കളകോകിലരവരമിത നവമിഥുന തരളരസം. ഉപവന വിലസിത കളകോകിലരവരമിത നവമിഥുന തരളരസം. അതിമൃദുലവദന മൃഗബാലമുദിത. അതിമൃദുലവദന മൃഗബാലമുദിത സഞ്ചിതമനുകുല പരിതാപം. അതിമൃദുലവദന മൃഗബാലമുദിത സഞ്ചിതമനുകുല പരിതാപം. സഞ്ചിതമനുകുല പരിതാപം. സഞ്ചിതമനുകുല പരിതാപം. പുത്രദുഃഖാർത്ഥ വിലാപം. അഭിനയത്തിലെങ്കിലും കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ഭാവങ്ങൾ പോലും വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ലീലാമണി ടീച്ചർ വേദിയിലേക്ക് വരികയാണ്. കലാമണ്ഡലത്തിലെ കണിശമായ ചിട്ടകൾ മുറുകെ പിടിക്കുന്നവരാണ്. അടവുകളുടെ കൃത്യതയും ശരീരഭാഷയിലെ ലാളിത്യവും അവരുടെ നൃത്തത്തിന് പ്രത്യേക ഗാംഭീര്യം നൽകുന്നു. ഭരതനാട്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും മോഹിനിയാട്ടത്തിലെ ലളിതമായ ചലനങ്ങളും വശ്യമായ ആംഗ്യങ്ങളും അവർ തന്റെ ശൈലിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്.
നൃത്തം വെറുമൊരു പ്രകടനം എന്നതിലുപരി അത് കൃത്യമായ വ്യാകരണത്തോടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീലാമണി ടീച്ചറെ വേദിയിലേക്ക് സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നോപരധ്വനി നടനകലാക്ഷേത്രം അതിൻ്റെ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. 30 വർഷമായി നോപരധ്വനി പാനൂരിലും പരിസരങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചിലങ്കയണിഞ്ഞും പാട്ടുപാടിയും താളം പിടിച്ചും ചിത്രം വരച്ചുമൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഈ വേളയിൽ ഈ 30ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന വേളയിൽ നോപരധ്വനി നടനകലാക്ഷേത്രം എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം കലാപരിശീലന രംഗത്ത് 30 വർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലയളവിനല്ല പ്രാധാന്യം. എത്ര കാലം നിലനിന്നു എന്ന് പറയുന്നതിനേക്കാളും ആ നിലനിന്ന കാലത്ത് എന്ത് ചെയ്തു, എന്തൊക്കെ നേടി എന്ന് പറയുന്നതിലാണ് കാര്യം. അല്ലാതെ കാലഗണന മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരാളെയോ ഒരു സ്ഥാപനത്തെയോ വിലയിരുത്താൻ സാധിക്കില്ല. നോപരധ്വനി നടനകലാക്ഷേത്രം അതിൻ്റെ കലാപരിശീലന രംഗത്ത് വളരെ ചിട്ടയായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ളൊരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, അത് നൃത്തമായിക്കോട്ടെ, സംഗീതം വായ്പാട്ടായിക്കോട്ടെ, വയലിൻ ആയിക്കോട്ടെ, ചിത്രകലയായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ വരുന്ന കുട്ടികളിൽ എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടാവണം. വെറുതെ കുറെ കാലം പഠിച്ചതാണെന്ന് പറയുന്നതിനേക്കാളും നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇന്നതൊക്കെ ഏകദേശം അറിയാം എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ ഒരുപാട് ആളുകളുടെ സഹകരണവും സഹായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നേരിട്ടും അല്ലാതെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നോപരധ്വനി നടനകലാക്ഷേത്രത്തിൽ പഠിക്കുന്ന കുട്ടികളെ ക്ലാസ്സിലായാലും മറ്റു കാര്യങ്ങൾക്കായാലും കൃത്യമായി എത്തിക്കുന്ന ഞങ്ങളുടെ കുട്ടികളുടെ രക്ഷിതാക്കളെ കുറിച്ചാണ്. ഈ വിജയം അല്ലെങ്കിൽ ഈ 30 വർഷത്തിൽ എത്തി നിൽക്കുന്നു, ഈ 30ാം വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ വലിയ കാര്യത്തിന്റെ ഏറ്റവും നല്ല ഫലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. ഇന്നും ആ രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് എന്റെ കടമയിലേക്ക് കിടക്കാം. ഒന്ന്, ഞങ്ങൾ നടന്ന BSS ഭാരത് സേവക് സമാജിന്റെ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ കൾച്ചറൽ വിങ് ആണ് പരീക്ഷകൾ നടത്തുന്നത്. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ പരീക്ഷകൾ, 6 വർഷത്തെ പരീക്ഷകൾ, ഈ 2 വർഷം വീതമുള്ള ഓരോ കോഴ്സുകളാണ്. ആ കോഴ്സുകളിൽ ഒരുപാട് കുട്ടികൾ ഇത്തരം കോഴ്സുകൾ അല്ലെങ്കിൽ ഇത്തരം ഡിപ്ലോമകൾ നേടിപ്പോയിട്ടുണ്ട്. അതിലുള്ള ആളുകൾ പല ആളുകളും ഇന്ന് നൃത്താധ്യാപകരായിട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ 2 പേരിപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ അധ്യാപികമാരായിട്ടുമുണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നൃത്തമായാലും മറ്റേത് കലയായാലും അതിനെ
അതിനാവശ്യമായ തിയറികൾ അടക്കം പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. എന്നാൽ മാത്രമേ കുട്ടികൾ കൂടുതലും ആ കലയെക്കുറിച്ച് കൂടുതലും അവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ ഞങ്ങളുടെ അധ്യാപകർ, ആ അധ്യാപകരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്, വളരെ വിലയുള്ളതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്ത് എനിക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ പ്രസംഗം. കാരണം അത് മറ്റൊരു കലയാണ്. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വലിയ പ്രാസംഗികരാന്നുള്ളൊരു വിചാരം നമുക്കിടയിൽ എല്ലാവർക്കും ഉണ്ട്, എനിക്കടക്കം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ ധാരണ തിരുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു 5-10 വാക്കിൽ പറഞ്ഞ് നേരെ തടി കൈച്ചലാക്കുകയാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ട. എങ്കിലും കഴിഞ്ഞ 30 വർഷക്കാലത്തോളമായി നമ്മുടെ പാനൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കലാ പരിശീലന കേന്ദ്രം, അതായത് നൂപുരധ്വനി നൃത്തവിദ്യാലയം, അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അതിൻ്റെ ഒരു ചിത്രകല പരിശീലകൻ കൂടിയാണ്, അധ്യാപകനും കൂടിയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാനും അതുകൂടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഗീതവും ചിത്രകലയും മറ്റ് ഉപകരണ സംഗീതങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ ഇടപെടാറുള്ളത്. ഈ കലാപഠനവും കുട്ടികളുമാണല്ലോ നമ്മുടെ ഈ പരിപാടി. കലയുടെ അനുഭവ സ്പർശം കുട്ടികളിൽ നേരത്തെ ചെറുപ്പകാലത്ത് തന്നെ അവരിൽ വിത്തിടുക, അവരിൽ നല്ലൊരു മനുഷ്യ സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തു തന്നെയായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് മുന്നിൽ പ്രാസംഗികരായിട്ട് ഒരുപാട് കാര്യങ്ങളും പറയാനുള്ള ആൾക്കാരുകളുടെയുണ്ട്. ഈ പരിപാടിക്കും ഈ വിദ്യാലയത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 40ഓളം മലയാള സിനിമകളിലും ചന്ദ്രയാൻ എന്ന ഇംഗ്ലീഷ് സിനിമയിലും 60-ൽ പരം പ്രൊഫഷണൽ നാടകങ്ങളും 100ഓളം അമച്വർ നാടകങ്ങളും ശ്രീമതി ലീലാമണി ടീച്ചർ നൂപുരധ്വനി നടനകലാക്ഷേത്രത്തിന്റെ ഞാൻ നേരെ സൂചിപ്പിച്ചു 30 വർഷം പിന്നിട്ട ഒരു വിദ്യാലയം എന്ന് പറയുന്നത്. ഈ നടനകലാക്ഷേത്രത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ 30 വർഷം ഈ വിദ്യാലയത്തിന് ഈ പാനൂരിൻ്റെ മണ്ണിൽ, ഈ പാനൂരിൻ്റെ സാംസ്കാരിക കലാ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ പ്രതീഷ് കുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളെ കല പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുമായിട്ട് ഏറെ ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ ഈ 30 വർഷം കൊണ്ട് തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാരെയും കലാകാരികളെയും ഈ കേരളത്തിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാലയമാണ് നൂപുരധ്വനി എന്ന് പറയുന്ന വിദ്യാലയം. ജനങ്ങളുമായിട്ട് വളരെയേറെ അടുത്ത് ബന്ധപ്പെടുന്ന നല്ല അധ്യാപകർ. ഞാൻ നേരത്തെ പലപ്പോഴും ഞാൻ എല്ലാ ഇതുപോലുള്ള സാംസ്കാരിക സദസ്സുകളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു തട്ടൻപുറത്തുള്ള ഒരു വിദ്യാലയം എന്നതിനപ്പുറം കുട്ടികളുടെ മനസ്സറിയുന്ന നല്ല കഴിവുള്ള അധ്യാപകർ. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ വരുന്ന തലമുറ എന്ന് പറയുന്നത് നമുക്ക് ടി വിയുടെ റിയാലിറ്റി ഷോയിൽ കണ്ടറിയാം. എൻ്റെയൊക്കെ മുട്ടിന് താഴെ ഉയരമുള്ള കുട്ടികൾ വന്ന് ശ്രുതിശുദ്ധമായി താളനിബദ്ധമായി പാടുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അത് ദൈവികമാണ്. അതുകൊണ്ടാണ് ഈ കല ദൈവികമാണെന്ന് പറയാൻ കാരണം. ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ മക്കൾക്ക്. പണ്ടൊക്കെ നമ്മുടെ കാലത്ത്, നമ്മളൊക്കെ ചെറുതായിരുന്ന കാലത്ത്, എൻ്റെയും അതുപോലെ തന്നെ പവിയുടെയും ഒക്കെ ചെറുപ്പകാലത്ത് നമുക്ക് പഠിക്കാനുള്ള, ഇതുപോലെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. എങ്കിലും ഞാനും ഒരു 7 വർഷം ഒരു നൃത്ത വിദ്യാർത്ഥിയായിരുന്നു. നമ്മുടെ പാനൂരിൽ തന്നെ ഒരു കലാലയമുണ്ടായിരുന്നു. മാധവൻ നമ്പ്യാർ മാസ്റ്റർ നടത്തിയിരുന്ന ഒരു കലാലയം. ആ കലാലയത്തിൽ
7 വർഷം ഞാൻ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. എനിക്കൊരു വലിയൊരു കലാകാരൻ, ഒരു നൃത്തക്കാരനാവണം, ഒരു നർത്തകനാവണം എന്നൊരു വല്ലാത്തൊരു മോഹമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് കുറേ കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രം ഒരാണും കുറേ പെൺകുട്ടികളും ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചടിപ്പ്, അതുകൊണ്ട് അത് നിർത്തിയിട്ട് നൃത്തം മാറ്റി വയ്ക്കുകയുണ്ടായത്. ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നർത്തകനായിട്ട് മാറാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ താളമുണ്ട്, അതുപോലെ തന്നെ ശ്രുതിയുണ്ട്, ഒക്കെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്വാർത്ഥ ബുദ്ധിക്ക്, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനപ്പുറം കുട്ടികൾ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട്, ആ കുട്ടികളിൽ എന്ത് കഴിവാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പോൾ നൂപുരധ്വനിയോടെ ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന അമ്മമാർ, എല്ലാ അമ്മമാരും ഒരു തീരുമാനത്തിലെത്തും, നാളെ എൻ്റെ മകളെയും ഒരു നർത്തകിയായി മാറ്റണമെന്ന്. ഞാൻ ഒരിക്കലും അത് അങ്ങനെ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിവിടെ 30ാം വർഷം വാർഷികാഘോഷം നടത്തുന്ന ഈ സുദിനത്തിൽ ഷീബയും പ്രതീഷും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഷീബയുടെ ഈ നൃത്തവിദ്യാലയത്തിനെ പറ്റി ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട്. വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ ഷീബയ്ക്ക് നല്ല കഴിവുള്ള ഒരു ടീച്ചർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഷീബയ്ക്കും ഷീബയുടെ ഭർത്താവിനും അവർക്കെല്ലാവർക്കും കൂടി ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കുട്ടികളെ എല്ലാം നേരായ രീതിയിൽ പഠിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. വളരെയധികം അധ്യാപകമാരും ഈ സ്കൂളിനുണ്ട് എന്നത് പ്രത്യേകമായി എടുത്തു പറയത്തക്ക ഒരു സന്തോഷ വർത്തമാനമാണ്. നമ്മുടെ കുട്ടികൾ കലയെല്ലാം പഠിച്ചിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ രാജേന്ദ്ര സാർ പറഞ്ഞ പോലെ കല മനുഷ്യ മനസ്സിനെ സംശുദ്ധീകരിക്കുന്നു, കല മനസ്സിനെ നന്നാക്കുന്നു. കല കൊണ്ട് മനുഷ്യന് ആത്മീയമായും മാനസികമായും ശാരീരികമായും ഒരുപാട് സന്തോഷങ്ങൾ തരുന്നതാണ് കല. ഈ കലയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ നൃത്തവിദ്യാർത്ഥികളായ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നൃത്തത്തിന് പ്രത്യേകമായിട്ട് ഒരു കഴിവുണ്ട്. എല്ലാ കലകളും, നൃത്ത സംഗീതാദി വാദ്യാദി കലകൾ എല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സംഗീതവും നൃത്ത സംവിധാനവും വേഷഭൂഷാദികളും എല്ലാം നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ്. ഈ കലയെ മനുഷ്യ മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നാണ്. കുട്ടികൾ ഈ കല വേണ്ട രീതിയിൽ അഭ്യസിക്കണം. നൂപുരധ്വനി നൃത്തവിദ്യാലയത്തിലെ ടീച്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ നൃത്ത പഠനം തരുമെന്നും സംഗീതാദി വാദ്യകലകൾ അഭ്യസിപ്പിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ടെന്നുള്ളതും ഏറ്റവും സന്തോഷപ്രദമാണ്. നൂപുരധ്വനിയുടെ ഒരു ഉപഹാരം ലീലാമണി ടീച്ചർക്ക് നൽകുകയാണ്. അതേപോലെ വേണ്ടി ലീലാമണി ടീച്ചറെ സ്നേഹാദരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുവാൻ വേണ്ടി രാജേന്ദ്രൻ തായാടിനെയും ക്ഷണിക്കുന്നു. ഭാനുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് നിഹാലി സതീഷാണ്. പാർവണ രാജീവ് ഫസ്റ്റ് ക്ലാസ് നേടിയ കുട്ടിയാണ്. പാർവണ രാജീവ്. ആരാധ്യ ജഗദീഷ് ഫസ്റ്റ് ക്ലാസ് നേടിയ കുട്ടി. ഡിസ്റ്റൻസ് നേടിയ മറ്റൊരു കുട്ടി റിഫി ഷാജി നേടിയ
മറ്റൊരു വിദ്യാർത്ഥിനിയാണ് റിയ രാജേഷ്. ഫസ്റ്റ് ക്ലാസ് നേടിയ മറ്റൊരു കുട്ടിയാണ്. ജിംനാസ്റ്റിക് മേഖലയെ കൈയടക്കിയ കുട്ടിയാണ് ദിയാബിക. ഫസ്റ്റ് ക്ലാസ്. മറ്റൊരു കുട്ടി ഡിസ്റ്റിങ്ഷൻ നേടിയ മറ്റൊരു കുട്ടി ശിഖ പ്രകാശ്. മറ്റൊരു കുട്ടി അദസ്യ സുജേഷ്. ആവണി വിവേഷ്. നൈനിക. താങ്ക് യു. നേദ്യ അനീഷ്. വൈവേകി ജയേഷ്. ശ്രീദേവി. നേദ്യ അനീഷ്. ശ്രീദേവിക ബിപിൻ. അഞ്ജലി സജീവൻ. അഫ്നി നിഖിൽ. ആർദ്ര മനോജ്. ആർച്ച ദാമു. ശ്രീയ. അനിന്ദ സനിൽ. അനിന്ദ സനിൽ. തൻഹ റിനീഷ്. ആദ്യ അരുൺ. തൻശിവ സുശാന്ത്. തൻശിവ സുശാന്ത്. ദിവാന സുശാന്ത്. അഷ്മിക പ്രകാശ്. ശ്രീജിത്ത്. ഋതുപർണ ദീപ്ത. സായി കൃഷ്ണ. ജിത്തു കോളയാണ്. വർഷങ്ങളായി അരങ്ങേറ്റത്തിന്റെയും ഉപർദ്ധനിയുടെയും ഒക്കെ വീഡിയോഗ്രാഫറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിയാണ് ജിത്തു കോളയാണ്. വർഷങ്ങളായി ഉപർദ്ധനി നൽകുകയാണ്. മുന്നോട്ട് നയിക്കാനുമുള്ള ആലയങ്ങളാണ് കലാലയങ്ങൾ. പാനൂരിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ 30 വർഷത്തോളം തലയുയർത്തി നിൽക്കുന്ന നൂപുരധ്വനി എന്ന കലാ സാംസ്കാരിക പ്രസ്ഥാനത്തെ നൃത്തവിദ്യാലയത്തിൻ്റെ 30ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കുട്ടികൾ, ഞാനൊരു കലാകാരനാണ്, നാടകക്കാരനാണ്. കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ വാക്ക് മാത്രം പറയാം. ഈ അരങ്ങിൽ നിന്ന് അവസാനത്തെ കലാകാരനോ കലാകാരിയോ ചിലങ്കി അഴിച്ച് പോകുന്നതുവരെ മാന്യപ്രേക്ഷകർ കുട്ടികളുടെ ഈ പരിപാടി കണ്ട് അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി ഈ വാർഷികാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 പതിറ്റാണ്ട് പിന്നിട്ട വിദ്യാലയം 3 പതിറ്റാണ്ട് പിന്നിടുകയല്ല, അതിനല്ല അതിന്റെ പ്രാധാന്യം. ഈ 30 വർഷക്കാലവും ഏറ്റവും നന്നായി മികച്ച വിദ്യാലയമായി ഈ പ്രദേശത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു നടന കലാക്ഷേത്രം, നൃത്തരംഗത്തും കലാരംഗത്തും ചിത്രകലയിലുമൊക്കെ തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയം, അത് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ വള്ളൂരിലും ഇതിനൊരു സ്ഥാപനമുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. ഈ വിദ്യാലയത്തെ കുറിച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞു. പ്രതീഷ് മാഷ് തന്നെ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞ കാര്യമാണ്. ഈ വിദ്യാലയത്തിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇതിന്റെ ഒരു രക്ഷിതാവായി എന്ന കാലത്ത് എനിക്കറിയാം, എൻ്റെ മകൾ ഈ വിദ്യാലയത്തിലാണ് നൃത്ത പരിശീലനം 3ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ സമ്മാനം കിട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അന്ന് ഉപജില്ലയിലും ജില്ലയിലും UP-യിലും LP സ്കൂളിലൊക്കെ സമ്മാനം നേടിത്തന്നു എന്ന് മാത്രമല്ല, ആ കാലയളവില് ഈ വിദ്യാലയത്തെ കുറിച്ച് ഏറെ നന്നായി പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തന രൂപത്തിലും ഈ വിദ്യാലയത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായി വളരെ കൃത്യനിഷ്ഠയോടുകൂടി നല്ല നിലപാടുകൂടി ആസൂത്രണം കൂടി പോകുന്ന ഒരു വിദ്യാലയം നമ്മുടെ നാടിന് അഭിമാനമായി മാറുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ്, അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ 3 പതിറ്റാണ്ട് 30 വർഷം പിന്നിടുമ്പോഴും വിദ്യാലയത്തിൽ ഏറ്റവും നന്നായി ഇത്തരം പരിപാടികൾ നടക്കുന്നു. ഏറെ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തെ ആകർഷിക്കുന്നുള്ളത്. ഈ അധ്യാപക ദമ്പതികൾ പ്രതീഷ് മാഷും ശ്രീ ടീച്ചറും അതുപോലെ തന്നെ അവരുടെ ശിഷ്യ ആയ അസിത അജിത്ത് മുതൽ ഒട്ടനവധി കുട്ടികളുണ്ട്. ഇതിൽ പരിശീലകരായിരിക്കുന്ന എല്ലാവരും ഏറ്റവും മികവുറ്റ അധ്യാപകരാണ്. അതോടൊപ്പം ഈ കലയെ ഏറെ സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം. ചിത്രകലാ അധ്യാപകനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രകലാ അധ്യാപകൻ അത് കേരളത്തിൽ അറിയപ്പെടുന്ന ചിത്രകലാ അധ്യാപകനാണ്. കഴിഞ്ഞ വർഷം പാഠപുസ്തകങ്ങൾ, സ്കൂൾ വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങൾ മാറുമ്പോൾ അതിന്റെ കവർ ചിത്രം തയ്യാറാക്കിയ ഒരു വാർത്ത കൊടുത്ത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അങ്ങനെയുള്ള കഴിവുറ്റ, എടുത്തു പറയുന്നത് ഇത്തരം കഴിവുറ്റ അധ്യാപകരാണ് ഇവിടെ എല്ലാ എല്ലാ ഇതിലും വിഭാഗങ്ങളിലും പരിശീലകർ എത്തുന്നത്. തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിപ്പോ 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഇതിന് സുവർണ ജൂബിലിയും അതുപോലെ ശതാബ്ദിയൊക്കെ ആഘോഷിക്കാൻ ഈ വിദ്യാലയത്തിന് അഭിമാനത്തോടെ കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഇവിടെ പരിശീലനം ലഭിക്കുന്ന കലാപ്രതിഭകളായ മുഴുവൻ വിദ്യാർത്ഥികളും കലാരംഗത്ത് ഉന്നതിയിൽ എത്തട്ടെ. കലയാകണം നമ്മുടെ അവിടെ രാജേന്ദ്രൻ നായാട്ട് സൂചിപ്പിച്ചതുപോലെ കലയാകണം നമ്മുടെ ജീവിത ലഹരി എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നു. മാനുപ്രസ് ഫോറത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആദരണീയായ അധ്യക്ഷൻ, മുഖ്യാതിഥി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, 30ാം വർഷം വാർഷികാഘോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് ഒരുപാട് മിക്സഡ് ഇമോഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ വരുന്നത്. 30 വർഷവും ഈ ഡാൻസ് ക്ലാസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പ്രോഗ്രാമിന് നിന്നിട്ടുമുണ്ട്. ഈ കൊല്ലാണ് അതിൽ നിന്ന് മാറി നിന്നത്, എക്സാമിൻ്റെ ഒരു തിരക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മാറി നിന്നത്. എങ്കിലും ഷീബ ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ റെസ്പെക്റ്റും എല്ലാ ഇമോഷൻസും വരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ടീച്ചറാണ്. ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഈ നിലയിൽ, ഈ സ്റ്റേജിൽ, ഈ വേദിയിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ടീച്ചറെ അടുത്തുനിന്ന് 6 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ടീച്ചറെ എന്തെങ്കിലും തരത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ടീച്ചറുടെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം 4 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം സഹായിച്ചിട്ട് പറ്റിയത് ടീച്ചർ കൊണ്ടാണ്. അതെനിക്ക് തോന്നുന്നില്ല വേറൊരു സ്ഥാപനത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ടീച്ചറാവാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് എന്താണ്, നൂരധനിയുടെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ആണ് ഇങ്ങനൊരു സംഭവം. അതായത് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക, അത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തു കൊടുക്കുക എന്നല്ല സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ അധികം പറഞ്ഞ് ദീർഘിക്കുന്നില്ല, കാരണം ഒരുപാട് കുട്ടികൾ മേക്കപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും
വിലയേറിയ വാക്കുകളോടെ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത മുഖ്യ അതിഥി ശ്രീമതി കലാമണ്ഡലം ലീലാമണി ടീച്ചർക്ക് എൻ്റെ പേരിലും നുപുരതലിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുകയും പരിപാടി ഉടനീളം കൃത്യമായി കൊണ്ടുപോകാൻ നേതൃത്വം നൽകുകയും ചെയ്ത ശ്രീ പവി കോയോടിനും ഒരുപാട് നുപുരതലിയുടെ പേരിലും അതേപോലെ തന്നെ എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ആശംസ അറിയിച്ച ശ്രീ സുദീപാനു, ശ്രീ കെ സജി കുമാർ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ശ്രീ രാജേന്ദ്ര തായാട്ടിനും നുപുരതലിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Don't
नंदिनी नंदितमेदिनी विश्वविनोदिनी नंदिनुते कैगिरि नंदिनी नंदितमेदिनी विश्वविनोदिनी नंदिनुते गिरिवरविंध्य शिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते गिरिवरविंध्य शिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हे सिद्धि कंड कुडुंबिनि भूति कुडुंबिनि भूत कृते भगवति हे सिद्धि कंड कुडुंबिनि भूति कुडुंबिनि भूत कृते जय जय हे महिषासुरमर्दिनि रम्यकवर्तिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकवर्तिनि शैलसुते सुरवरहर्षिणि दुर्दमदर्शिनि दुर्मुखमर्षिणि हर्षरथे सुरवरहर्षिणि दुर्दमदर्शिनि दुर्मुखमर्षिणि हर्षरथे त्रिभुवनपोषिणि शङ्करतोषिणि कन्मषपोषिणि घोषरथे त्रिभुवनपोषिणि शङ्करतोषिणि कन्मषपोषिणि
ദുർഗമരോഷിണി ദുർഗമരോഷിണി സിന്ധുസുധേ ധരജനിരോഷിണി ദുർഗമരോഷിണി ദുർഗമരോഷിണി സിന്ധുസുധേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकवर्दिनि शैलसुधे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुधे सुरललनां तत्ततों तत्त शोभिनयोत्तर नृत्यरथे सुरललनां तत्ततों तत्त शोभिनयोत्तर नृत्यरथे कृतकुकुतो गडताडिग तालकुतूहलगानरथे कृतकुकुतो गडताडिग तालकुतूहलगानरथे കുടു നിമിതധ്വനി ധീരമൃദംഗനിനാദരഥേ കുടു നിമിതധ്വനി ധീരമൃദംഗനിനാദരഥേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकवर्दिनि शैलसुधे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुधे जय जय शब्द जयं जय शब्द परस्तुति तल्पर विश्वनुते जय जय शब्द जयं जय शब्द परस्तुति तल्पर विश्वनुते जन जन जिंजिमि चिंजितनूपुर जिंजितमोहित भूतपदे जन जन जिंजिमि चिंजितनूपुर जिंजितमोहित भूतपदे नडित नरार्द्र नडी नडनायक नाटक नाडिद नाट्यरथे नडित नरार्द्र नडी नडनायक नाटक नाडिद नाट्यरथे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुधे